ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ജ്വല്ലറി ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലെ ഗുഡ്വിൽ കളക്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിത് ഷോപ്പിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരുപാട് ഇയറിങ്സ് ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. ഇതായി കാണുന്നതൊക്കെ ഇങ്ങനെ റിങ് ടൈപ്പിൽ വരുന്ന ഇയറിങ്സ് ആണ്. റോസ് ഗോൾഡും ആൻറ്റിക്കും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ജുമുക്കാസ് ആണ്. അത് ആൻറ്റിക്കുണ്ട്, പിന്നെ ഗോൾഡ് ഫിനിഷ്, സിൽവർ എല്ലാം ഉണ്ട്. എല്ലാം ഒരു 200-250 റേഞ്ചിൽ വരുന്നതാണ്. ഇനി ഇപ്പുറത്തോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ലോങ് ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ്. ഇത് നമുക്ക് കേരള സാരിയുടെ കൂടെ ഇടാം, അല്ലെങ്കിൽ സൽവാറിൻ്റെ കൂടെ നന്നായിട്ട് പോവും. ഒരു 200-300 വരുന്നതാണ്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ക്രീം അല്ലേ, ഇത് ഒരുപാട് കളർ ചേഞ്ചസിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു ഓണത്തിന് നമുക്ക് സെറ്റ് മുണ്ടിനൊക്കെ അനുസരിച്ച് മാറിയൊക്കെ ഇടാനുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഒരു അട്ടികൈ കാറ്റഗറിയിൽ വരുന്ന ഇയറിംഗ് ആണ്. നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഒരു 800 റേഞ്ച് ഉണ്ട്. പിന്നെ ഇപ്പുറത്തോട്ടൊക്കെ ഓക്സിഡൈസ്ഡ് സിൽവർ ജ്വല്ലറിയാണ്. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ വരുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് 207 ആണ്. ഒരുപാട് വലുതുമല്ല, എന്നാൽ ഒരുപാട് ചെറുതും അല്ലാത്ത ഒരു രീതിയിലുള്ളൊരു ഇയറിംഗ് ആണ്. കുഴപ്പമില്ല കാണാനായിട്ടല്ലേ. പിന്നെ ഈ കാണുന്നതൊക്കെ കുറച്ച് ലോങ് ടൈപ്പ് ഓഫ് ഓക്സിഡൈസ്ഡ് സിൽവർ ജ്വല്ലറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഇങ്ങനത്തെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഒരു പാറ്റേൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ, അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തതാണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ജുമിക്കയാണ്. ഇത് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി തന്നെയാണ്, സിൽവർ ആണ്, പക്ഷേ ഒരു ആൻറ്റിക് ഫിനിഷും കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ഒരു 800 റേഞ്ചാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ ഒരു 150-200 റേഞ്ചിൽ വരുന്നതാണേ. ഇനി നമുക്ക് ഷോപ്പിന് അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കളക്ഷൻസാണ് ഇനിയും ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ മുകളിൽ ഇട്ടിരിക്കുന്നതൊക്കെ മാലകളാണ്. ഈ സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി പ്രീമിയം കളക്ഷനിൽ വരുന്ന ജ്വല്ലറീസാണ്. ഇതൊക്കെ ആൻറ്റിക് ഫിനിഷും ഒക്കെ വരുന്ന മാലകളാണ്. അതിൽ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഈ ഒരു സെക്ഷനിൽ ഫുള്ളും ബിന്ദീസാണ് കേട്ടോ. ഫുള്ള് ബിന്ദീസാണ്. ഏത് ഷേപ്പിലും ഏത് കളറിലും എല്ലാത്തിലും കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഹെയർ ക്രാബ്സ് ആണ്. പിന്നെ ഒരുപാട് ഹെയർ ക്ലിപ്പുകളും ഉണ്ട്. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്രാബ്സ് തന്നെയാണ്. ഒരു 145 റേഞ്ചിൽ വരുന്നതാണ്. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. ഇതൊക്കെ മെറ്റലിൽ വരുന്നതാണ്. പിന്നെ ഇപ്പുറത്തോട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ബുഷും ക്രാബൊക്കെ ഉണ്ട്. ഇതെല്ലാം ബ്രൈഡൽ ഹെയർ ആക്സസറീസ് ആണ്. ഈ കാണുന്നതൊക്കെ സെൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ജാസ്മിനിൽ വരുന്ന ചെറിയ ചെറിയ ബുഷുകളാണ്. ഇത് കണ്ടോ, ഇത് മുല്ലപ്പൂ മാല ആർട്ടിഫിഷ്യലായിട്ട് വരുന്നതാണ്. ഒരു 200 റേഞ്ചിൽ വരുന്നതാണ്. ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ ബണ്ണ് പോലെ വെച്ചിട്ട് ചുറ്റും വെക്കാനൊക്കെ പറ്റുന്നതാണ്. ഇത് നമുക്ക് സാരിയിൽ കുത്താൻ പറ്റുന്ന ചെറിയ ചെറിയ ഭംഗിയുള്ള പിന്നുകളാണ്. നമ്മൾ പുറത്ത് കണ്ടതുപോലെ തന്നെ അകത്തും ഒരുപാട് ഇയറിങ്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ചെറുതും വലുതും ഒക്കെ ഉണ്ട്, പല കളറിലുള്ളതുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് റിംഗ് ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെയും വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നത്. അത് സിൽവറും റോസ് ഗോൾഡും ഒക്കെ ഉണ്ട്. ഇതൊരു വലിയ ജിമിക്കാണ്. ഇപ്പോൾ നമുക്ക് സാരിയുടെ കൂടെ ആണെങ്കിലും സൽവാറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും പോവും. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ട്രേയിൽ എടുത്തിട്ട് കൊടുത്താൽ മതി അവരുടെ കയ്യിൽ. പിന്നെ ഇതൊക്കെ കുറച്ച് ലോങ് ടൈപ്പിൽ വരുന്ന ആൻറ്റിക് മാലകളാണ്. ഒരു 300 റേഞ്ചിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു മൾമൾ സാരിയിലൂടെയൊക്കെ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ബ്ലാക്ക് ബോർഡർ വരുന്ന സെറ്റും മുണ്ടും സാരിയിലൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകും. കാരണം ഈ ഒരു നീളത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി തിന്നായിട്ടുള്ളതാണ്. പിന്നെ ഇപ്പുറത്തോട്ട് നമുക്ക് നോക്കുമ്പോൾ മാലകളുടെ സെക്ഷനാണ്. ഇതൊക്കെ പേളിൻ്റെ മാലകളാണ് വരുന്നത്. ഇതൊക്കെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള മാലകളാണ്. റൂബിയൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം പ്രൈസ് ഉള്ളതാണ് ഇതൊക്കെ. ഇപ്പുറത്തെ സൈഡ് ഫുള്ളും ബാംഗിൾസിൻ്റെ സെക്ഷനാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതായത് ത്രെഡിൽ വരുന്നതും കുപ്പി വളയും പ്ലാസ്റ്റിക്കും ഒത്തിരി കളക്ഷൻസാണ് ബാംഗിൾസിലുള്ളത്. ഇതൊക്കെ കണ്ടേ, ഇതൊക്കെ കുട്ടികൾക്ക് പറ്റുന്ന കേട്ടോ. സ്റ്റോണൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ബാംഗിൾസാണ്. ഇതെല്ലാം സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയിൽ വരുന്ന. ഇതൊക്കെ നല്ല വെറൈറ്റി അല്ലേ. ഇതിപ്പുറത്തോട്ട് നമുക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡും ആൻറ്റിക് ഷെയ്ഡിലൊക്കെ പറ്റുന്ന ഉണ്ട്. ഈ കാണുന്നതെല്ലാം കുപ്പിവളകളാട്ടോ. ഫുള്ള് കുപ്പിവളകളാണ്. ഏത് കളറിൽ വേണമെങ്കിലും ഏത് സൈസിൽ വേണമെങ്കിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സെറ്റ് സാരിയുടെ കൂടെ ഒരു ചുവന്ന കളറൊന്നും എടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് ഒരു ഗോൾഡ് ഫിനിഷ് കൊടുത്തിട്ടുള്ള ബാംഗിൾസ് ആണ്. ഒരു 300-400 റേഞ്ചിലാണ്. എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ്.
പിന്നെ ഈ കാണിക്കുന്നതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ചോക്കർ സെറ്റുകളാട്ടോ. ഇതൊരു 3000 പ്രൈസ് ഉണ്ട്. ഇതിൻ്റെ പല റേഞ്ച് അവൈലബിൾ ആണ്. കുറച്ച് ഹെവി ആയിട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പാലക്കയും നാഗപടവും അങ്ങനെയുള്ള മാലകളാണ്. ഒരു 300-350 റേഞ്ചിൽ വരുന്നതാണ് എല്ലാം തന്നെ. എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ ഈ കാണുന്നത് കുറച്ചുകൂടി പ്രൈസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു 2000 വരുന്നതാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ളതായതുകൊണ്ടാണ്. ഇതും അതുപോലെ തന്നെ പ്രൈസ് ഉള്ളതാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഈ ചെട്ടിനാടിലും അതുപോലെ തന്നെ സ്റ്റോൺസൊക്കെ വെച്ച പ്രീമിയം ജ്വല്ലറിയാണ്. ഞാൻ കുറച്ച് നോസ്പിനിൻ്റെ കളക്ഷനും കൂടി ഒന്ന് നോക്കുന്നുണ്ട്. അതൊക്കെ ഒരു 100-200 റേഞ്ചിൻ്റെ ഇടയിൽ കിട്ടും. ഇതുപോലെയുള്ള റിങ്സ് ആണ്. അപ്പോൾ അതും 2-3 ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ജ്വല്ലറി പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞാൻ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.